ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ OMC ടെക് ട്രാവൽസ്. ഇന്ന് എൻ്റെ യാത്ര തനിച്ചാണ്, ഒരു സോളോ ഡ്രൈവാണ്. ഇന്ന് പോകുന്നത് കുറച്ച് അകലെയാണ്, കുമ്പള ഫോർട്ടിലേക്ക്. നമുക്ക് അവിടത്തേക്ക് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കുമ്പള ഫോർട്ട് അല്ലെങ്കിൽ ആര്യക്കാട് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് നിന്നും 11 കിലോമീറ്റർ അകലെ മംഗലാപുരം ദേശീയ പാതയ്ക്ക് ഓരത്താണ്. അടുത്തുള്ള പട്ടണം കുമ്പളയാണ്. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് കുമ്പള പട്ടണത്തേക്കുള്ള ദൂരം. പുരാതന കാലത്ത് ചെറിയൊരു തുറമുഖവുമായിരുന്നു കുമ്പള. ഒരു കാലത്ത് തുളുവ രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം ഭരിച്ച കുമ്പള രാജാക്കന്മാരുടെ ഇരിപ്പിടമായിരുന്നു കുമ്പള. അടുത്തു തന്നെ കടലോരവും പുഴയും റെയിൽവേ സ്റ്റേഷനും ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഈ ടൗണിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമാണ്. ഇതാണ് കോട്ടയ്ക്കടുത്തുള്ള ആഞ്ജനേയ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്നും കോട്ടയിലേക്ക് തുരങ്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ചരിത്രത്തോടുള്ള ഒരു അവഹേളനത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഈ കോട്ടയിലേക്കുള്ള വഴിയിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. പ്ലാസ്റ്റിക്കുകളും മറ്റു വേസ്റ്റുകളും കൂട്ടി കത്തിക്കുന്ന ഒരു വഴിയാണ് ഇവിടെ ഉള്ളത്. ഈ വഴി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ കോട്ടയുടെ ശോചനീയ അവസ്ഥ. ഈ കോട്ടയ്ക്കടുത്ത് എത്തുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ കാടുകൾ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നതാണ് കാണപ്പെടുന്നത്. ഈ കുമ്പള ഫോർട്ടും നിർമ്മിച്ചത് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും നിർമ്മിച്ച ശിവപ്പ നായക് എന്ന ഭരണാധികാരി തന്നെയാണ്. ഈ 3 കോട്ടകളും കൂടി ചൈന ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മുകളിൽ പറഞ്ഞ 2 കോട്ടകളുടെയും ഡീറ്റെയിൽസ് ഉള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണണേ. രാവിലെയും വൈകുന്നേരവുമാണ് ഈ കോട്ട സന്ദർശിക്കാനുള്ള അനുയോജ്യമായ ഏറ്റവും നല്ല സമയമായി എനിക്ക് തോന്നിയത്. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാണണമെങ്കിൽ രാവിലത്തെ സൺറൈസും വൈകുന്നേരത്തെ സൺസെറ്റുമാണ് ഇവിടുത്തെ സൗന്ദര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫോർട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോകാം. ഞാനിപ്പോൾ കുമ്പള ഫോർട്ടിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ചുറ്റുപാടും നല്ല രീതിയിൽ തന്നെ വീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ചുറ്റുമതിലും പൊളിഞ്ഞു കിടക്കുന്ന ചെറിയ ഭാഗങ്ങളും. കാട് മൂടിക്കിടക്കുന്നത് കൊണ്ട് വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല.
ഈ കോട്ടയുടെ മുകളിൽ നിന്ന് അറബിക്കടലും കർണാടകയുടെ ചില ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ ഫോർട്ടിൻ്റെ ഉയരം കൂടിയ ഭാഗത്തു നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. നമുക്കിനിയൊന്ന് ഇതിൻ്റെ ചുറ്റുപാടും ഒന്ന് നടന്നു നോക്കാം. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ട ഒരു കോട്ടയായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. ഇവിടെ എനിക്ക് വന്നിട്ട് വളരെ നിരാശയാണ് എനിക്ക് തോന്നിയത്. ചരിത്രം സംരക്ഷിക്കപ്പെടേണ്ട ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഈ കോട്ടയെ അവഗണിക്കുന്നത് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവസാനമായി ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് NSS ടീമിൻ്റെ നേതൃത്വത്തിലാണ്. ആ സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.